വർത്തമാനകാലത്തിൽ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ നമ്മൾ എല്ലാ കാലയളവിലും VSന്റെ പേരിനോടൊപ്പം ചേർക്കുന്ന ഒരു വിശേഷണം കൂടിയായിരുന്നു. അങ്ങനെ മാറിയ നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. പിന്നീട് ദീർഘനാൾ അദ്ദേഹം പൊതുപ്രവർത്തന ജീവിതത്തിൽ നിന്നും സജീവമായ ജീവിതത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നു. പക്ഷേ ആ കാലയളവിലും VS അച്യുതാനന്ദൻ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ വെച്ച ആശയത്തിലൂടെ, അദ്ദേഹം മുന്നോട്ട് വെച്ച സമരത്തിലൂടെ ഇത്രയധികം സജീവമായി ജനങ്ങളുടെ മനസ്സിലും പൊതുമണ്ഡലത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കാഴ്ചകൾ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഒരുപാട് മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുള്ള നാടാണിത്, ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചിട്ടുള്ള തലമുറയാണിത്. പക്ഷേ ഇങ്ങനെ ഒരു നേതാവിന് മാത്രമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യം, അത് കണ്ണേ കരളെ VSA എന്നുള്ളതാണ്. ആ മുദ്രാവാക്യം വാസ്തവത്തിൽ ഒരു മുദ്രാവാക്യമല്ല, അത് ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വികാരമാണ്. ആ ജനങ്ങളുടെ കണ്ണും കരളുമായി നിന്ന മനുഷ്യനാണ്. അതിനോടൊപ്പം അവർ ചേർത്ത് വെക്കുന്നത് ഞങ്ങളുടെ ചങ്കില റോസാപ്പൂവേ എന്നുള്ളതാണ്. എത്ര പേർക്ക് കിട്ടും ഇങ്ങനെയൊരു വികാര വായ്പോട് കൂടിയുള്ള അഭിസംബോധന? അതേ വികാര വായ്പോടെ അതേ മുദ്രാവാക്യങ്ങൾ ഈണത്തിൽ ഇങ്ങനെ ഉയരുകയാണ് ഇടതടവില്ലാതെ. VSന്റെ മരണവാർത്ത കേട്ട നിമിഷം മുതൽ തന്നെ ഇതാ ഇപ്പോൾ ഒരു രാത്രി പിന്നിട്ടിരിക്കുന്നു. 2 പകലുകൾ പിന്നിടുമ്പോഴും കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇനിയുണ്ടാകില്ല ഇങ്ങനെയൊരു നേതാവ് എന്നുള്ള മുദ്രാവാക്യം വിളികൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. ഒരിടത്തും അത് മുറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എല്ലാ കാലവും അതേ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് VS അച്യുതാനന്ദൻ എന്ന നേതാവ്, VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ, VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കൂടിയാണ് VS അച്യുതാനന്ദൻ ഈ നിലയിൽ, അതിനു മുൻപ് അല്പം കർക്കശ സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിടത്തു നിന്നും ജനങ്ങളിലേക്ക് VS ഇറങ്ങുന്നത്. അതായത് ജനങ്ങൾക്ക് എന്താണ് ഒരു നേതാവിൽ നിന്നും വേണ്ടത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി അതിനനുസരിച്ച് പരുവപ്പെടുക. അതൊരു 70 വയസ്സിന് ശേഷം സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ സ്വഭാവങ്ങളും നമ്മുടെയൊക്കെ ശീലങ്ങളും അല്പം കൂടി കർക്കശ സ്വഭാവത്തിലാവുന്ന കാലത്താണ് 70 വയസ്സിന് ശേഷം ഒരു നേതാവ് ഈ നിലയിലേക്ക് പരുവപ്പെടുന്നത് എന്നുള്ളത് ഒരുപക്ഷേ VSന് മാത്രം സാധിക്കുന്നതാണ് എന്നുള്ളത് കൂടിയാണ്. രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, വിലാപയാത്ര ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച് 3 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും തിരുവനന്തപുരം നഗരം വിടാൻ പോലും അതിന് സാധിച്ചിട്ടില്ല. കണിശതയിൽ തന്നെ 2 മണിക്ക് ആ പൊതുദർശനം ദർബാർ ഹാളിൽ നിന്നും അവസാനിപ്പിക്കേണ്ടി വന്നത് ഒരുപാട് ദൂരം പിന്നിട്ടിന് ആലപ്പുഴ വരെ എത്താനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന തരത്തിൽ ഇതാ ആളുകൾ, ജനസാഗരം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ആ നേതാവിനെ കാണാനായി, അല്ലേ? ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ നിറയിച്ചു സമരങ്ങൾ. ആ വിലാപയാത്രയുടെ പശ്ചാത്തലത്തിലും നമ്മൾ കേൾക്കുന്ന വാചകങ്ങൾ, കേൾക്കുന്ന വരികൾ, നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ എന്നുള്ളതായിരുന്നു. VSന്റെ കാര്യത്തിൽ എത്ര അന്വർത്ഥമാണ് ആ വരികൾ എന്ന് നോക്കൂ. VS നടന്നു വന്ന ഓരോ വരികളും സമരങ്ങളുടേതായിരുന്നു, സമര ചരിത്രങ്ങളുടേതായിരുന്നു. ഒരുപക്ഷെ VS എന്ന 2 അക്ഷരത്തിന്റെ അർത്ഥം നമ്മൾ നിഘണ്ടുവിൽ തിരഞ്ഞാൽ അതിന് സമരം എന്നുകൂടിയുള്ള അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കൂടിയാണ് VS, കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് VS, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണ് VS. അപ്പോൾ അത്രമാത്രം വലിയ സമര പോരാട്ടങ്ങളുടെ വീര്യം ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹം പൊതുപ്രവർത്തന ജീവിതത്തിന്റെ ആദ്യ കാലം മുതൽ തന്നെ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നും പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുമ്പോഴും അതേ മാതൃക VSനെ പോലൊരു നേതാവിനെ പിന്തുടരാനായി എന്നുള്ളതാണ്. രാജ്കുമാറിലേക്ക് പോകുന്നു. രാജ്കുമാർ, ഈ ഓരോ പോയിന്റും ഉണ്ടല്ലോ, വിലാപയാത്ര ക്രമീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് കാണാനുള്ള അവസരമുള്ള ഓരോ പോയിന്റുകളും തമ്മിൽ മിനിറ്റുകളുടെ മാത്രം ദൂരമാണ് നമ്മൾ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോഴോ നടന്ന് സഞ്ചരിക്കുമ്പോൾ പോലും ഉള്ളത്. പക്ഷേ മണിക്കൂറുകൾ എടുക്കുന്നു ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് എത്താൻ. അത്രമേൽ വലിയ ജനക്കൂട്ടം ആ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ കാത്തു നിൽക്കുന്നുവല്ലേ?
നമുക്ക് പറയാൻ വാക്കുകളില്ല. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉള്ളൂരിലുള്ള മണ്ഡലികൾ പോലും ഇപ്പോൾ വല്ലാത്ത ഒരു വികാര വായ്പോടുകൂടി ജനങ്ങൾ മുഴുവനും ഇളകി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടനെ VS-നെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവർ മുഴുവനും ഇങ്ങനെ മണിക്കൂറുകളോളം അവർ കാത്തിരിക്കുകയായിരുന്നു. 2 മണി മുതൽ ഉള്ളൂരിലെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ പിന്നിടാൻ 3-4 മണിക്കൂർ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും ഏറെ കടക്കുന്നു ആലപ്പുഴയിലേക്ക്. എത്ര മണിക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ മുഴുവനും ഇരുവശങ്ങളിലും ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് ആവേശത്തോടെ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ വളരെ ദുഃഖത്തോടുകൂടി അവർക്ക് യാത്രാമൊഴിയുകയാണ് പ്രിയപ്പെട്ട VS-ന്. ശരിയാണ്, രാജ്കുമാർ പറഞ്ഞതുപോലെ വിലാപയാത്ര എപ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്നുള്ളതിൽ ഒരു തരത്തിലും ഒരു പ്രവചനം സാധ്യമാകുന്നില്ല. കാരണം ജനങ്ങൾ അത് സ്നേഹവായ്പോടെ അവർ ഇങ്ങനെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനേ എത്തുകയാണ്. അതിൽ പൊട്ടിക്കരയുന്നവരുണ്ട്, വിങ്ങിപ്പൊട്ടുന്നവരുണ്ട്, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച നേതാവാണ് എന്നുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നവരുണ്ട്. VS-നെ പോലെ ഒരു നേതാവിന് ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നുള്ള സംശയം അവർ വൈകാരികമായി പങ്കുവെക്കുന്നവരുണ്ട്. പക്ഷേ അല്പം മുമ്പ് VK പ്രശാന്ത് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു തുടർച്ചയാണ്. അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് തലമുറകളോടെ ഇങ്ങനെ കൈമാറി പോകുകയാണ്. ആത്യന്തികമായ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. അതിൻ്റെ ഒരു കാലത്തെ പതാകവാഹകൻ കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. അത് ആ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ VS-ന് കഴിഞ്ഞു എന്നുള്ളിടത്ത് കൂടിയാണ് VS ഈ നിലയിൽ ജനകീയൻ എന്നുള്ള വിശേഷണം ആളുകളിങ്ങനെ ആവർത്തിച്ച് VS-നെ പോലൊരു നേതാവിനെ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പറയുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് ഉള്ളൂർ, അതോടൊപ്പം തന്നെ അതിന് മുൻപ് കണ്ട കേശവദാസപുരം. ഇപ്പോൾ ഈ വിലാപയാത്ര നാഷണൽ ഹൈവേയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റു മേഖലകളിൽ നിന്നുള്ള, മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും MC റോഡിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും VS-നെ കാണാനായി എത്തിച്ചേരുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ കേശവദാസപുരവും ഉള്ളൂരുമൊക്കെ. വലിയ തിരക്ക്, വലിയ ആൾക്കൂട്ടം അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ മുൻപ് തന്നെ വലിയ വെയിലാണ്, കഠിനമായ ചൂടാണ്. പക്ഷേ അതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട് മണിക്കൂറുകൾ മുൻപ് തന്നെ ആ ജനങ്ങളൊക്കെയും ആ റോഡിൻ്റെ ഏതെങ്കിലുമൊക്കെ വശത്ത് വന്ന് സ്ഥലം പിടിക്കുകയായിരുന്നു. ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി, ഒന്ന് ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി, VS എന്നൊരു ഓർമ്മ മാത്രം മതി അവർക്ക്, അതിന് ഈ ഒരൊറ്റ കാഴ്ച മാത്രം മതി. VS മുന്നോട്ട് വെച്ച ആശയം ചില പ്രതികരണങ്ങൾ വരികയാണ്, അവരൊക്കെയും അതിവൈകാരികമായി. ഞങ്ങളിലൂടെ ജീവിക്കും ധീരസഖാവേ VS-ഏ, ധീരസഖാവേ VS-ഏ, ധീരസഖാവേ VS-ഏ, ധീരസഖാവേ VS-ഏ.